di atas kayu. Kalau kamu cari yang setia, aku maju nomor 1. Malah. വെൽക്കം ടു ലൈവ് ടൈം മലയാളം. ഐ എം ബി ഡി പ്രദീപ്. നമുക്കിന്ന് ട്രേഡിലേക്ക് പോവാം. ഇന്ന് നമ്മൾ റെസിസ്റ്റൻസ് കൊടുത്തത് 18,400 സപ്പോർട്ട് 18,300 കൊടുത്തത്. ഞാൻ വരച്ചിട്ട് ചാർട്ടിന്റെ ഇട്ട് കൊടുത്തായിരുന്നു. ഞാൻ 18,342 ഒരു ലൈൻ ഉണ്ട് ഇവിടെ. ആ ലൈനിന് മാർക്കറ്റ് മുകളിൽ ലേശം റെഡ് ലൈൻ വന്നിട്ട് ഗ്രീൻ ലൈൻ ആയപ്പോൾ തന്നെ ഞാനത് എൻട്രി എടുത്തായിരുന്നു. കാരണം വെച്ചാൽ എന്റെ സപ്പോർട്ടിലും എന്റെ വരയിലും എനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ അപ്പോൾ തന്നെ ഒരു ബൈ എടുത്തായിരുന്നു. എന്നിട്ട് അവർക്ക് ഇൻഫീം, സൺഫാർമ, UPL ഒക്കെ വാച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്തു. അവിടെ 5,155 രൂപ ബുക്ക് ചെയ്തു. അപ്പൊ ഒരാൾ BTST ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. BTST ആണ് നമ്മൾ മോർണിംഗിന് സ്കാൽപ്പിംഗ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാർട്ടിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്നാണ്. ഓക്കെ, എടുത്ത് നമ്മള് സെന്റ് ഏരിയയും ടാർഗറ്റ് ഏരിയ നമ്മൾ കാണിച്ചുകൊണ്ട് ഇട്ട് കൊടുത്തു. ഇൻഫി ടാർഗറ്റ് എത്തിയ കാര്യം പറഞ്ഞു കൊടുത്തു. എം നോക്കാൻ പറഞ്ഞു കൊടുത്തു. അടുത്ത നമ്മളെ മാർക്കറ്റ് മൂവിങ് നടന്നുകൊണ്ടിരുന്നപ്പോൾ അടുത്ത SL ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ SL വിൽക്കേണ്ട ഏരിയയും അടുത്ത ഒരു മൂവ്മെന്റ് മുകളിലോട്ട് നടന്നു കഴിഞ്ഞാൽ എൻട്രി എടുക്കേണ്ട ഏരിയ അതിന്റെ SL ഏരിയയാണ് വെച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ചാർട്ട് ഇട്ട് കൊടുത്തു. ഒരാൾ 1987 പ്രോഫിറ്റ് മേക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ടെലഗ്രാമിൽ കൊടുത്തത്. ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം കൊടുക്കാൻ ലേശം തിരക്കുണ്ട്. അടുത്ത ആഴ്ച നമ്മൾ ഫുള്ള് ഓക്കെ ആവും. ഓക്കെ, അതിന് പറയാം ലൈൻ ഉണ്ട് അല്ലെ, സപ്പോർട്ട് ഉണ്ട്. അപ്പൊ അതിന് മുകളിലാണ് മാർക്കറ്റ് ഓപ്പണിംഗ് കാണിച്ചത്. 18,362 രാവിലെ 9:07 അഡ്ജസ്റ്റ്മെന്റ് സമയത്ത് അവിടെ മാർക്കിംഗ് വന്നു അല്ലെ. അപ്പൊ ഞാൻ ഉടനെ തന്നെ പോയിട്ട് നമ്മുടെ ലൈനിലെ അത്യാവശ്യപ്പെടുന്ന റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ എവിടെയാണ് എന്നൊക്കെ നോക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് ഫസ്റ്റ് ഗേറ്റിൽ ഔട്ട് വന്നതിന് ശേഷം സപ്പോർട്ട് കയറുന്നത് കണ്ടോ നമ്മൾ തന്നെ എൻട്രി എടുത്തു. SL നമ്മൾ ആ ലൈനിൽ 18,342 തന്നെ SL കൊടുത്തു. ടാർഗറ്റ് 18,400 കൊടുത്തു. ഇതാണ് നമ്മൾ രാവിലെ എടുത്ത എൻട്രി സ്കാൽപ്പിംഗ്. അതായത് തൊട്ട് മുകളിൽ തന്നെ 18,400 എന്നുള്ളതിൽ നല്ല റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ടാർഗറ്റും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് മാർക്കറ്റ് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നറിയില്ല. മാർക്കറ്റ് പിന്നെ ഫുൾ സൈഡ് വൈസ് ആയിരുന്നു, ഒരു രക്ഷയില്ല. നമ്മൾ സ്ട്രാഡിലൊക്കെ ചെയ്തും പോലെ ആയിപ്പോയി. മാർക്കറ്റ് ഇപ്പൊ ഒന്ന് കയറിയിട്ട് പിന്നെ നടുക്ക് മൊത്തം സ്റ്റാർഡിലൊരു ബേസ് ആണ് മാർക്കറ്റ് പോയത് അല്ലെ. അപ്പൊ ഇരുന്നിരുന്ന പലരുടെയും ക്ഷമ നശിച്ച് ഇടയ്ക്ക് ചാടിക്കേറി ട്രേഡ് എടുത്തവരും ലോസ് ബുക്ക് ചെയ്തവരും പടപടാന്ന് ട്രേഡ് എടുത്തവരും എക്സിറ്റ് ചെയ്തവരൊക്കെ ഉണ്ടാവാം. പുതിയ ആൾക്കാർ, ക്ഷമയില്ലാത്തവരും കൺട്രോൾ ഇല്ലാത്തവരും ഒക്കെ അല്ലെ. മാർക്കറ്റ് ഒന്ന് സൈഡ് പോയി കഴിഞ്ഞാൽ വിട്ടേക്കുക. മാർക്കറ്റ് മെയിൻ ആയിട്ടുള്ള അടുത്തൊരു ഏരിയ വന്ന് കഴിഞ്ഞിട്ടുള്ള പോയ ഒരു ഏരിയ നല്ല ബ്രേക്ക് ചെയ്യുകയോ ചെയ്താൽ മാത്രം അടുത്തൊരു എൻട്രി എടുക്കുന്നുള്ളതാണ് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളത്. ചാടി കയറി എടുക്കുന്നത് ശരിയല്ല. ഓക്കെ, അടുത്തൊരു നമ്മുടെ 18,400 അവിടെ ഒരു ചെറിയൊരു സോൺ ഉണ്ട്. 18,400 18,427 എനിക്ക് ചെറിയൊരു ലൈറ്റ് ആയിട്ടൊരു സോൺ ഉണ്ട്. ആ സോണാണ് തന്നെയാണ് 18,400. അതിന് ഇടയ്ക്കൊരു നമ്മളെ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് 18,414. 18,414 മാർക്കറ്റ് തട്ടി അവിടെ തന്നെ
ആ ഏരിയ തന്നെ നിന്നു, അതിനോട്ട് അങ്ങോട്ട് പോയിട്ടില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് അവിടെ തന്നെ പോയി മാർക്കറ്റ് നിന്നു. പിന്നീട് നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തില്ല, കാരണം വെച്ചാൽ പിന്നെ വന്ന സൈഡ് വേസ് നേരത്തെ വന്ന ക്യാൻഡിലിനകത്തൊക്കെ തന്നെയാണ്. താഴോട്ടോ മുകളിലോട്ടോ ഒന്നും മൂവ് ചെയ്തില്ല. മുകളിലോട്ട് ലേശം പോയെങ്കിലും ചെറിയ ചെറിയ ക്യാൻഡിൽസ്, വിക്കുള്ള ക്യാൻഡിൽ അവിടെ നിന്ന് അടുത്ത ഒന്നും കിട്ടത്തില്ല. നമുക്ക് ഇവിടെ ഇത്രയും പ്രോഫിറ്റ് കിട്ടേണ്ട കാരണം തന്നെ ഇത്രയും നല്ലൊരു മൊമെന്റം ഉണ്ടായത് കൊണ്ടാണ് ഇത്രയും പ്രോഫിറ്റ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ 9 എടുത്തു. 9:30 നമ്മൾ ലൈനിലൂടെ 9:30 വെർട്ടിക്കൽ ലൈനിലൂടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു അല്ലെ. അപ്പൊ നമ്മള് സാധാരണ 9:30 ഞാൻ സ്കാൽപ്പി ചെയ്യാറുള്ളത്. പക്ഷെ നമുക്ക് ഇന്ന് രാവിലെ തന്നെ എൻട്രി, കാരണം വെച്ചാൽ നമ്മുടെ സപ്പോർട്ട് ലെവലുണ്ട്, മോൾ റെസ്റ്റ് തൊട്ടടുത്ത് തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ആ ഒരു രീതിയിൽ ചെയ്തത്. മാർക്കറ്റ് ഏത് കണ്ടീഷൻസ് ആണോ ഓപ്പണിംഗ് ആവുന്നത്, ആ കണ്ടീഷൻസ് ആണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. അപ്പൊ കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇവിടെ 11:15 മാർക്കറ്റ് 18,414 ടച്ച് ചെയ്തതിനു ശേഷം പിന്നെ അതിൽ ടച്ച് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. മാർക്കറ്റ് ചെറിയായിട്ട് ഡൗൺ വന്നിട്ടു. ഇതാ ഇവിടെ ഞാൻ ഒരു വട്ടം വരച്ചിട്ടുണ്ട് അല്ലെ. എന്താണെന്ന് അറിയാമോ? ഇവിടെ ഇത് ഹോൾഡ് ചെയ്യുന്നവർ ഇവിടെ SL വെച്ചിട്ടുണ്ടാവും. അപ്ട്രേഡ് വഴി താഴെ ഇവിടെ SL വെച്ചിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നവരുണ്ട്, മാറ്റി വെക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മുകളൊരു ഹൈക്ക് അടിച്ചല്ലേ. മാർക്കറ്റ് മുകളിലോട്ട് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്കിംഗ് കാണിച്ചു അല്ലെ. ആദ്യം ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ ഗ്രീൻ കാണിച്ചു, അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. ബ്രേക്കിംഗ് കാണിച്ചിട്ട് അപ്പാടെ താഴെ പോകുന്നു അല്ലെ. അപ്പാടെ താഴെ വന്നിട്ട് താഴെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യും അല്ലെ. അഥവാ ചേർത്ത് വെച്ചിട്ടുള്ളവരൊക്കെ SL അവിടെ അടിച്ചു, മുകളിൽ നിന്ന് SL എടുത്തു അല്ലെ. അവരുടെയും രണ്ടുപേരുടെയും SL അവരടിച്ച് എടുത്തു. അവിടെ ഒരു ചെറിയൊരു ഫാൾസ് ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട് താഴെയും മുകളിലും. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോ ഈ ഒരു ലൈനിൽ മുമ്പുണ്ടായിട്ടുള്ള ഹൈയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോങ് എൻട്രിക്ക് ലിമിറ്റ് ഓർഡർ വെച്ച് തെറ്റിദ്ധരിക്കുന്നവരുണ്ടാകും. അവർ ഓർഡർ തെറ്റിച്ചു, എന്നിട്ട് അവർ SL ഇവിടെ താഴെ വെച്ചിട്ടുണ്ടാവും, അവരെ SL ഓടിച്ചു അല്ലെ. ഇതൊക്കെ നോക്കി ഒരു സ്പൈക്ക് അടിച്ച് ഉടനെ കണ്ടുകൊണ്ട് പോയി ഓർഡർ എടുക്കരുത്, ചാടിക്കേറി വിടരുത്. അതൊന്ന് സസ്റ്റെയിൻ ചെയ്തായിട്ട് അതിന്റെ മുകളിൽ ഒരു സ്റ്റെപ്പ് അപ്പ് ആയിട്ട് അല്ലെ ഒരു ക്യാൻഡിൽ ഇവിടെ വന്നതിന് ശേഷം എൻട്രി എടുക്കുക. അല്ലാതെ നമുക്ക് മാർക്കറ്റ് ഉണ്ട്, ഇനിയും സ്ഥലമുണ്ട് പോകാൻ. അപ്പൊ അതുകൊണ്ട് റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയയിൽ ഒന്ന് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നമ്മൾ വരച്ച ട്രെൻഡ് ലൈനിന്റെ മുകളിൽ വരച്ചിട്ടുണ്ട് നീല ലൈന്. അവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് പോയിട്ടില്ല. ഓക്കെ, അവിടെ നിന്ന് പോയ ഫാൾസ് ബ്രേക്ക് ഔട്ട് തന്നല്ലാണ്ട് വേറെ ഒന്നും പോയിട്ടില്ല. കറക്റ്റ് മാർക്കറ്റ് താഴോട്ടും പോയില്ല, വേണ്ടിട്ടും പോയില്ല. മാർക്കറ്റ് എന്തായാലും ഇവിടെ വന്നിട്ട് താഴേക്ക് വന്നേ പറ്റുള്ളൂ അല്ലെ. കാരണം മുകളിലോട്ട് പോയില്ലെങ്കിലും മുകളിലോട്ട് റെസിസ്റ്റൻസ് ഉണ്ട്, ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടി താഴെ മുകളിൽ കൂടി വന്നു. അപ്പൊ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ പല പ്രാവശ്യം ഡാറ്റകൾ പോയി നോക്കി ചിലപ്പോൾ പിടികിട്ടത്തില്ല, കാരണം രണ്ട് സൈഡ് ഒരേപോലെ ആയിരിക്കും, മത്സരമായിരിക്കും. രണ്ട് സൈഡ് മത്സരിച്ച് വന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ ആരും ഇല്ലാത്ത. മാത്രമല്ല എല്ലാവരും ഹെഡ്ജ് ചെയ്ത് ഇട്ടിരിക്കുന്നതാണ്. ഹെഡ്ജ് ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ മാർക്കറ്റ് അങ്ങോട്ട് ചില പോവോ? ഇല്ല, അതിനകത്തേ നിൽക്കുള്ളൂ, മൂവ്മെന്റ് ഉണ്ടാവത്തില്ല. റീറ്റെയിൽസിൽ ഒന്നും ബൈയും സെല്ലും നടന്നാലല്ലേ ഇതുണ്ടാവുള്ളൂ. ഹെഡ്ജ് ചെയ്യുന്നവർ രാവിലെ വന്ന് ഹെഡ്ജ് ചെയ്തിടും, വൈകുന്നേരം 3 മണിക്കായിരിക്കും ക്ലോസ് ചെയ്യുക. മാർക്കറ്റ് എവിടെയെങ്കിലും പോവോ? മാത്രമല്ല അതൊരു 1000-400 പോയിന്റ് അപ്പുറമാണ് ഹെഡ്ജ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. ഇത് തൊട്ടടുത്ത് 100 പോയിന്റ് 200 പോയിന്റ് ഒക്കെ ഒന്ന് ഹെഡ്ജ് ചെയ്യും. അപ്പൊ ഈ മാർക്കറ്റ് അതിനപ്പുറം കടക്കാൻ സാധ്യത തീരെ കുറവാണ്. കാരണം നല്ല ഹ്യൂജ് ക്വാണ്ടിറ്റി ആയിരിക്കും അവിടെ സെല്ല് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ അവിടെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. അവിടെ 400 പോയിന്റ് എങ്കിലും ഹെഡ്ജ് ചെയ്യാൻ മാറ്റി പിടിച്ചിരുന്നെങ്കിൽ ചെറിയ റീറ്റെയിലേഴ്സിന് മൂവ്മെന്റ് കിട്ടും. ഓക്കെ, അതെടുത്ത് നമ്മൾ 2:40 ടൈം വെച്ചിരുന്നത്. അത് 2:40 മാർക്കറ്റ് ബ്രേക്ക് നമ്മളിവിടെ വരച്ച് കാണിച്ചിരുന്നു. നിങ്ങൾ ലൈവ് വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഞാൻ ഇവിടെ വരച്ച് താഴേക്ക് കാണിച്ചിരുന്നു ബ്രേക്ക് ആകുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ താഴേക്ക് വന്നു. ഞാൻ പിന്നെ രാവിലെ ഉള്ളത് മാർക്കറ്റ് ഇത്രയും സൈഡ് വൈസ് ആയതുകൊണ്ട് ഇവിടെ ബ്രേക്ക് ആവുമെന്ന് പറയാം. കാരണം ഇത്രയും ബൈ എടുത്തവര് അവിടെ പ്രോഫിറ്റ് ബുക്ക് മതിയാവും. അപ്പൊ അതെന്തായാലും മാർക്കറ്റ് കുറച്ച് ഇത്രയും താഴെ. ഇവിടെയാണ് ഞാൻ വരച്ചിരുന്നത്. 18,364 ഞാൻ ലൈൻ ഇട്ടത്. അവിടെയാണ് ഞാൻ ബോക്സ് വരച്ചത്. മുകളിലായിരുന്നു, മുകളിലോട്ട് പോയാൽ പിന്നെ 18,413 തന്നെ പോകും. പക്ഷെ അതിനോട് ബാക്ക് ചെയ്ത് പോകാനുള്ള ബയേഴ്സ് അവിടെ കണ്ടില്ല. അത് ബ്രേക്ക് ചെയ്ത് മുകളിൽ സസ്റ്റെയിൻ ചെയ്താലേ ബയേഴ്സ് അവിടെ ആക്റ്റീവ് ആവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ താഴേക്ക് തന്നെ ഇത് കൂടുതൽ ഏരിയ ഇട്ടത്. അപ്പൊ മാർക്കറ്റ് അവിടെ വന്നു, വീണ്ടും അവിടെ നല്ല കൺസോൾട്ടേറ്റ് വീണ്ടും മാർക്കറ്റ് താഴേക്ക്, നമ്മൾ വീണ്ടും താഴേക്ക് 2 ലോൺ കൊടുത്തു. 18,343 18,320. എന്തിനാ 18,320 വരച്ചത്? നമുക്കൊരു ട്രെൻഡ് ലൈൻ അവിടെ ഉണ്ട്. നമ്മൾ രാവിലെ തന്നെ വന്നിട്ട് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഇന്നലത്തെ ചാർട്ടും ചേർത്ത് നമ്മൾ ട്രെൻഡ് ലൈൻ വരച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നതിന്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ്. അല്ലാതെ എങ്ങനെ ഇവിടെ നമുക്കൊരു സപ്പോർട്ട് ലൈൻ ഇവിടെ വരയ്ക്കാൻ പറ്റും അല്ലെ? അപ്പൊ അതും ഇവിടുത്തെ ഒരു ഹൈയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അവിടെ വരച്ചത്. അപ്പോൾ നമ്മള് എല്ലാ രീതിയിലുമുള്ള വരകളും റെസിസ്റ്റൻസ് സപ്പോർട്ടും ട്രെൻഡ് ലൈനും എല്ലാം നോക്കണം. എങ്കിലേ നമുക്കൊരു ആക്യുറസി ആയിട്ട് മാർക്കറ്റ് എവിടെ നിൽക്കും, എങ്ങോട്ട് പോകും, പോയാൽ ഇതുവരെ പോകും, വന്നാൽ ഇതുവരെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ ഇതാണ് ഇന്നത്തെ മാർക്കറ്റ്. അപ്പൊ ഇതിന്ന് എന്തൊക്കെ പഠിച്ചു? രാവിലെ ഈ ഗ്യാപ്പ് അപ്പ് ആയിട്ടും ചിലര് ഈ ഗ്യാപ്പ് ഫില്ലാവുന്ന രീതിയിൽ ചിലപ്പം
ഇവിടെ നിന്ന് പുട്ട് ബൈ ചെയ്യുന്നവരുണ്ടാവാം, താഴേക്ക് സെറ്റ് ചെയ്യുന്നവരുണ്ടാവും അല്ലെ. പക്ഷെ എനിക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ അപ്പോൾ തന്നെ ബൈ എടുത്ത് മുകളിലേക്ക് കയറി പോയത്. അപ്പോഴുള്ള കണ്ടീഷനിൽ മാർക്കറ്റിന്റെ കണ്ടീഷൻ അപ്സൈഡ് ആയിരുന്നു. ഓക്കെ, മാർക്കറ്റിന്റെ ട്രെൻഡും എല്ലാം അപ്സൈഡ് ആയിരുന്നു എന്ന് തന്നെ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്തത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് സംഭവിച്ചത്. നിങ്ങളത് വീഡിയോ പോയി കാണുക. നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ രാവിലെ സ്കാൽപ്പിംഗ് ഒക്കെ അടിക്കുന്നത്. അത് നമ്മൾ എന്നും ചെയ്യാറില്ല. നമ്മളൊരു സപ്പോർട്ടിന്റെ റെസിസ്റ്റന്റ് ഏരിയയിൽ അടുത്തോ മാർക്കറ്റിന്റെ രാവിലെയുള്ള മൂഡ്, ട്രെൻഡ് കണ്ടിന്യൂഷൻ ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഓരോ രീതിയിൽ ചെയ്യുന്നത്. ഞാനിവിടെ രാവിലെ തന്നെ എനിക്കൊരു 5000 പ്രോഫിറ്റ് കിട്ടിയോടെ ഞാൻ പിന്നെ ഇവിടെ എടുക്കാൻ നിന്നില്ല. എനിക്ക് മാർക്കറ്റ് ഇതുവരെയെങ്കിലും വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. 18,366 വരെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ അത്രയും ഏരിയ എടുക്കാൻ പോയില്ല. 10-30 പോയിന്റ് അവിടുന്ന് കിട്ടിയാല് മാർക്കറ്റ് ഞാൻ താഴെ മറിച്ചിട്ടുണ്ട്. ഇതുവരെ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഇതിരി കിട്ടും. പക്ഷെ നമ്മളത് അതില്ല, നമ്മൾ കിട്ടേണ്ടത് കിട്ടി. നമ്മൾ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ കൂടുതൽ എടുക്കാൻ നോക്കണം. കിട്ടിയ പ്രോഫിറ്റ് ഇവിടെ പോകും. അതുകൊണ്ട് എക്സ്പീരിയൻസ് അങ്ങനെ പോയിട്ടുള്ളത് കൊണ്ട്, അതിന്റെ അനുഭവം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് ചോദിക്കാതെ തന്നെ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ മാർക്കറ്റ് സംഭവിച്ചത്. എനിവേ, താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഉടനെ തന്നെ നമ്മൾ ലൈവില് വരുന്നതായിരിക്കും. അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം എന്തായാലും കുട്ടികളൊക്കെ ഒന്ന് സ്കൂളിൽ സെറ്റ് ചെയ്ത്, സ്കൂളിൽ സെറ്റ് ചെയ്തതിനു ശേഷം ഞാൻ എന്തായാലും കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, എനിവേ, താങ്ക് യു.